അത് ഇരുട്ടാ. പക്ഷെ ഇത് തേനില്ല. അപ്പളേ പറഞ്ഞില്ല തേനില്ലായിരിക്കുന്ന. ഇച്ചിരിയേ ഉള്ളൂ, അടുത്തുള്ളേ ഉള്ളു അല്ലേ? ഇവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇച്ചിരിയേ ഉള്ളൂ. ഞാൻ എടുത്ത ആവശ്യത്തിന്. എന്തോ കഷ്ടമാന്ന് പറഞ്ഞു. ചിലതിന് നല്ലപോലെ ഉണ്ട് കേട്ടോ. ഉണ്ടോ? ഇങ്ങനെ നോക്കിക്കോ. നല്ല മധുരമുണ്ട്. പോയി മേടിക്കുന്ന അവനാ ഉണ്ടോ കുറച്ച്. എന്തൊക്കെ ഇവന്റെ ആഗ്രഹം എന്നറിയാം. ഒന്ന് ഇങ്ങനത്തെ വാഴയില തേൻ കുടിക്കുന്നു. വേണമെങ്കിൽ വാ. അതിലുണ്ടെന്ന് എനിക്ക് വേണം പറ. ഇന്നലത്തെയോ ഗ്രില്ല് ചെയ്തോ? അതിനകത്ത് ഉണ്ടായിരുന്നു. അവൻ നല്ലപോലെ സൂക്ഷിച്ച് തിന്നഞ്ഞിട്ട് മൊത്തം എടുത്തു. അയ്യേ കറ. അയ്യോ അതെ, തിന്നേണ്ട രീതി തിന്നണം. എന്താ കണ്ടോ ഇതിനകത്ത് എന്ത് തേനുണ്ട്. അപ്പോൾ വൈകിട്ട് ഞങ്ങൾ ബിനുവിൻ്റെ വീട്ടിലോട്ട് വന്നതാണ്. അപ്പോൾ കൊച്ചു മോനെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായി കാണും. അവിടുന്ന് വന്നതിനേക്കാളും സൗദിയിൽ നിന്ന് വന്നതിൻ്റെ പകുതിയായെന്ന് പറഞ്ഞാൽ മതി. ആകെ അങ്ങ് ക്ഷീണിച്ച്. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഓടി നടക്കുന്ന സ്ഥലം ഒത്തിരി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് അടങ്ങിയിരിക്കത്തില്ല. ഓട്ടവും ചാട്ടവും ബഹളവും. ഒരാൾ അവൻ്റെ പുറകേ നടക്കണം. ആഹാരം കറക്റ്റ് സമയത്ത് കഴിക്കുന്നില്ല, ആഹാരം ശരിയാവുന്നില്ല. അതിൻ്റെ കൂടെ ഇന്ന് രാവിലെ തൊട്ട് അവന് ചെറിയൊരു ടെമ്പറേച്ചർ, വോമിറ്റിങ്, അങ്ങനെ മെഡിസിൻ മേടിച്ചു കൊടുത്തു. മെഡിസിൻ കൊടുക്കുമ്പം ഇത്തിരി ഒന്ന് ഓക്കെ ആവും. അത് കഴിഞ്ഞാൽ വീണ്ടും അവന് വോമിറ്റിംഗ് പോലെ വരും. പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, വയ്യയോ ആവുമോ ഇതൊന്നും അവർക്കറിയില്ലല്ലോ. അവരൊരു മിനിറ്റ് അടങ്ങിയിരിക്കത്തില്ല, ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ എന്തായാലും ഞങ്ങൾ പറഞ്ഞു, രാവിലെ തൊട്ട് ജോസാൻ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, പിന്നെയും മെഡിസിൻ കൊടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വൈകിട്ടായപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞു വെച്ചോണ്ടിരിക്കേണ്ട, കാരണം 2 ദിവസം കൂടെ കഴിഞ്ഞ് അവർക്ക് പോകണം. അവർ പോകാനായിട്ട് യാത്രയിലെങ്ങാനും ബുദ്ധിമുട്ടായാലേ പിന്നെ എന്ത് ചെയ്യും. അങ്ങനെ ഞാനും ഷിഞ്ചും കൂടെ രാത്രിയിൽ ഡോക്ടറെ കൊണ്ട് കാണിച്ചു, മെഡിസിനൊക്കെ മേടിച്ചു. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ സമയം കൊണ്ട് ജോസാൻ വീട്ടിൽ പോയി. ഞാൻ ഒറ്റയ്ക്ക് എന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്നും പറഞ്ഞാൽ വീട്ടിൽ പോയേ. പിന്നെ വീട്ടിൽ പോയി കുറച്ച് സമയമായതുകൊണ്ട് കുളിച്ച് ഫ്രഷായിട്ടൊക്കെ ഞങ്ങൾ വരാറായപ്പോഴത്തേക്കാണ് വന്നത്. പിന്നെ ഈ ദിവസങ്ങളിലൊക്കെ, അതായത് ഹൗസ് വാമിങ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഷിഞ്ചും ജോസാനും ഒക്കെ വീടിൻ്റെ പല കാര്യങ്ങൾക്കായി ഫുൾ ടൈം പുറത്താണെന്ന് തന്നെ പറയുന്നത്. ശരി, വീടിൻ്റെ നമ്പർ ഇടിയിക്കണം, പിന്നെ ഇലക്ട്രിസിറ്റിയുടെ കാര്യങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി. ബാക്കി അവർ പോയ ശേഷം ജോസാന് ചെയ്യാനുള്ളത് ഇവിടെ ചെയ്യാം. പക്ഷേ ഷിഞ്ചോ ബിനു ആരെങ്കിലും വേണ്ട കാര്യങ്ങൾക്ക് അവർ തന്നെ വേണമായിരുന്നല്ലോ. വലിയപ്പ ഞങ്ങളുടെ കാറെ കയറ്റിയിരുത്ത് വണ്ടി ഇരുത്തു. വലിയപ്പ ഇരുത്തുന്നില്ലയോ? കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ എന്തോ ആയാലും രാത്രി ഉറങ്ങത്തുമില്ല, ചൂടും പിടിച്ച് കിടന്നിട്ട് രാവിലെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. മെഡിസിൻ കറക്റ്റ് കൊടുക്കണേ. റൈറ്റൻ്റെ പുതിയ പണി ഇതാണ്. ഫ്രിഡ്ജ് തുറക്കുക, കണ്ണ് തപ്പിയ ഫ്രിഡ്ജ് തുറക്കുക. എപ്പോഴും ഫ്രിഡ്ജിനകത്ത് പണിയാണ്. ഫ്രിഡ്ജ് തുറക്കുക, മുട്ടയെടുക്കുക, മുറ്റത്തോട്ട് എറിയുക. അപ്പോൾ ഇപ്പം തന്നെ ഒരു മുട്ട കൊണ്ട് ഞങ്ങൾ ആരും കണ്ടില്ല, കൊണ്ടുവന്ന് ഒറ്റ ഒരിടക്കം. അത് കഴിഞ്ഞ ഉടനെ വീണ്ടും അടുക്കളയിലോട്ടുകൂടി അടുത്ത മുട്ട എടുക്കാൻ. അപ്പോൾ അവിടെ പറയായിരുന്നു ഇന്നത്തെ ദിവസം തന്നെ 3 or 4 മുട്ടയാവും പൊട്ടിച്ചെന്ന്. അടച്ചിട്ടേക്ക് വന്നോ? ഗേറ്റ് തുറക്കാൻ പറ്റുന്നില്ല. വണ്ടി അവിടെ ഇരിക്കുകയാണല്ലോ. നമ്മളെങ്ങനെ പോവും? എങ്ങനെ പോവും? ഗേറ്റ് അടച്ചേക്കുവാ. എങ്ങനെ പോവും? ഞങ്ങൾ പോകുക. കുഞ്ഞിവിടെ നിൽക്കണേ കേട്ടോ. ടാറ്റ പോയി ഹെൽമെറ്റ് ഇട്ട് റെഡിയായി. ഞങ്ങളിനി എങ്ങനെ പോവും? വരുമ്പോഴത്തേക്ക് ഹെൽമെറ്റ് താഴെ പോകും. അപ്പോഴാണ് വലിയ വായിൽ കരച്ചില്. അയ്യോ അയ്യോ, ഇത് എന്നെ സ്ഥിതി. വലിഞ്ഞു കയറി കേട്ടോ. എന്നിട്ട് ഹെൽമെറ്റ് തറയിൽ കിടപ്പുണ്ട്, എന്നിട്ട് കിടന്ന് കരച്ചിൽ. അത് എന്നാ ഹെൽമെറ്റ് എത്തുന്നില്ല.
എത്തുന്നില്ല. അതിനിരുന്ന് നിരങ്ങുവോ? പോകുന്നില്ലയോ? വണ്ടി ഓടിക്കുന്നില്ലേ? കഴിഞ്ഞോ? വണ്ടി ഓടിയോ? ഓ ഓ അയ്യോ, പിള്ളേരുടെ ഒബ്സർവേഷൻ ഭയങ്കരമാണേ. അവിടെ കൂട്ടുകാർ രണ്ടുകൂടെ ഭയങ്കര രഹസ്യം പറച്ചില്ലേ. എന്റെ പൊന്നോ, എന്താ നിനക്ക് ഉറക്കം തീരെ ഇല്ലാത്ത? ടെൻഷനോ പോന്നേന്റെ? ആ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് മമ്മി ഉപ്പുമാവ് ഉണ്ടാക്കിയായിരുന്നു. അതായത് ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവേ. ആ ഗോതമ്പ് നുറുക്ക് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണ് കേട്ടോ. എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഇതുവരെ ഞാനത് ചെയ്തിട്ടില്ല. വീട്ടിൽ തന്നെ നുറുക്കിയെടുത്തത്. അതായത് നമ്മുടെ റേഷൻ കടയിൽ നിന്നോ ഏത് കടയിൽ നിന്നോ കിട്ടുന്ന ഗോതമ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒരു തിള വന്ന ശേഷം അത് കോരി വെള്ളം പോയിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. നന്നായിട്ട് ഉണക്കിയെടുക്കണേ. അതിനുശേഷം മില്ലിൽ കൊണ്ട് കൊടുത്താൽ നമുക്ക് നുറുക്ക് ഗോതമ്പായിട്ട് പൊടിപ്പിച്ച് തരും. അവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് കേക്ക് കേട്ടോ. എനിക്കും ഇനി ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഒരു വിധത്തിലാണ് ഞങ്ങൾ അന്ന് രാത്രി അവിടെ നിന്ന് തിരിച്ചു വന്നത്. കാരണം കൊച്ചു മോൻ ഒരു വിധത്തിൽ വിടാൻ സമ്മതിക്കത്തില്ല. അത് ഞങ്ങൾ രണ്ടുപേരൂടെ ഒരുമിച്ച് പോകുവാണെങ്കിലും അല്ലാതെ ജോസാൻ ഒറ്റയ്ക്ക് പോകുവാണെങ്കിലും ആദ്യം അവനെ അകത്ത് കയറ്റി ഒന്നി അവനെ ഉറക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവനെ വേറെ എന്തെങ്കിലും പാട്ട് കാണാൻ വെച്ച് കൊടുത്ത് മൈൻഡ് മാറ്റിയ ശേഷമാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അവർ തിരിച്ച് സൗദിക്ക് പോകുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഹൗസ് വാമിങ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ ഉടനെ ബിനു പോയായിരുന്നു. അതിനുശേഷം ഒരു 15-20 ദിവസം ഷിഞ്ചു മക്കളും നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് പോയെന്ന് ഒരു പിടിയില്ല. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ശാരീരിക സ്ഥിതി അങ്ങനെ ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ എനിക്ക് അങ്ങോട്ടൊന്ന് പോകാനോ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ ഈ പോകുന്ന വീഡിയോ എടുക്കുന്നില്ല എന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ തൊട്ടേ ഓസ്റ്റിൻ ചോദിക്കുന്നുണ്ട്, വല്യമ്മ എന്താ വീഡിയോ എടുക്കാത്ത, വല്യമ്മ എന്താ വീഡിയോ എടുക്കാത്ത? കാരണം എത്രയ്ക്കാണെങ്കിലും പോകുന്ന ഒരു ഇതെന്ന് പറയുന്നത് അത്ര സന്തോഷമുള്ള ഇതൊന്നും അല്ല. പിന്നെന്താണ്, ജീവിക്കാൻ വേണ്ടി നമുക്ക് ജോലി ആവശ്യമാണ്. അത് വിദേശത്തായാലും നാട്ടിലായാലും ഉള്ള ജോലി കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജോലിക്ക് വേണ്ടി അവർക്ക് പോയേ പറ്റത്തുള്ളൂ. പുറത്തെ ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ അവർ 1-2 ഒരു മാസത്തേക്ക് വിരുന്ന് വരുന്നവരെ പോലെയാണ്. അത് നല്ലതാ, പിള്ളേർ പെട്ടെന്ന് വളരത്തില്ലേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് ഉടുപ്പ്. അവന് ഭയങ്കര രസേ അത് മറിച്ചിടുന്നേ. വേണ്ട വേണ്ട, ഉറക്കം വരുന്ന വണ്ടിയായിരുന്നു. ഉറങ്ങിയപ്പോഴേ ഞങ്ങൾ അതിലും കഴിഞ്ഞിട്ട് അത്രയായിക്കാണ് ഞങ്ങൾ ബെഞ്ച് എഡിറ്റിങ്. അപ്പോൾ ഞാൻ വീഡിയോ വലിയ രീതിയിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പോകുന്ന ദിവസത്തെ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു മൂഡേ ആയിരുന്നില്ല എന്നതാണ് സത്യം. തുറക്കാൻ തള്ളുവോ? യോ 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 എന്താ ദൈവമേ. അപ്പോൾ ഞങ്ങളിവിടെ കൊണ്ടാക്കാൻ പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ മമ്മി ഇവിടുന്ന് വയനാട്ടിലോട്ടല്ല പോയത്, അവിടുന്ന് മൂവാറ്റുപുഴയ്ക്കാണ് പോയത്. അപ്പോൾ മമ്മി അവിടെ വരെ ഉള്ളതുകൊണ്ട് പിന്നെ എയർപോർട്ടിൽ അവരെ ആക്കിയതിന് ശേഷം അവിടെ നിന്നാണ് മൂവാറ്റുപുഴയ്ക്ക് പോയത്. പിന്നെ എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലം അതിലില്ലായിരുന്നു. ലഗേജ് ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ ലഗേജ് ഉണ്ടായിരുന്നു. കാരണം 3 പേർക്ക് നല്ല രീതിയിൽ വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ലഗേജും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോയില്ല. സാധനമൊക്കെ കൊണ്ട് വെക്കുന്നതൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. വണ്ടി പോകാവുന്നതൊന്നും എടുത്തിട്ടില്ല. കാരണം ഞാൻ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഞാൻ തീർച്ചയായിട്ടും കരയും കേട്ടോ. കാരണം അത് കാണാതിരിക്കാൻ, മറ്റുള്ളവർ കാണാതിരിക്കാൻ പെടാവുന്ന പടാപ്പാടാണ് അതിനേക്കാളും കഷ്ടം. അപ്പോൾ അതിനുശേഷം അവിടെ കുറേ പണികളുണ്ടായിരുന്നു. ഞാൻ പ്രത്യേകം ഷിഞ്ചുൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട, തൂത്തുവാരിയോ അടുക്കള വൃത്തിയാക്കിയോ ഒന്നും ചെയ്യേണ്ട, എല്ലാം ഞാൻ ചെയ്തോളാമെന്ന്. അപ്പോൾ തൂത്തുവാരാനുണ്ടായിരുന്നു, പിന്നെ കുറച്ച് അടുക്കള ഒതുക്കാനുണ്ടായിരുന്നു,
ഞാൻ പറഞ്ഞല്ലോ ഒരു 10-20 ദിവസത്തേക്കല്ലേ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞായിരുന്നു പാത്രങ്ങളൊന്നും അങ്ങനെ മേടിക്കേണ്ട, ഈവൻ ഫ്രിഡ്ജാണെങ്കിലും കുറച്ച് ദിവസത്തേക്ക് മതിയല്ലോ. വീട്ടിലിരുന്ന പഴയ ഫ്രിഡ്ജാണ് ഇങ്ങോട്ട് കൊണ്ടുവച്ചത്. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ എല്ലാം എടുത്ത് ഞാൻ മാറ്റി, അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളത് മാറ്റി. പിന്നെ ഇവിടെ ഉള്ള പാത്രങ്ങൾ എല്ലാം അടുക്കി പെറുക്കി മാറ്റി വെച്ചു. അടുക്കളയൊന്നും എല്ലാം ഒതുക്കിയായിരുന്നു. അതിനുശേഷം ഫൈനലായിട്ടൊന്ന് തുടച്ചിടുവാണ് ജോസാൻ. അപ്പോഴത്തേക്ക് ഞാൻ മുറിയെല്ലാം ഒന്ന് തൂത്തിറക്കി. കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ വാഷിങ്ങിനിട്ടു. സോഫയിലൊക്കെ വിരിക്കാനായിട്ട് കൊണ്ടുവന്ന ബെഡ്ഷീറ്റ് ഇത്തിരി ചെറുതായിപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ വലിയ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയ ഷീറ്റാണ് കൊണ്ട് വിരിച്ചിട്ടേക്കുന്നത്. അപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കാനുള്ളത് വൃത്തിയാക്കി. പിന്നെ കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം മേളിൽ ഒരു റൂമിൽ ഇങ്ങനെ താഴെ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അത് പിന്നെ എല്ലാം കൂടെ എടുത്ത് ഈ അലമാരിക്കകത്തോട്ടൊന്ന് ഒതുക്കി പെറുക്കി വെച്ചു. കാരണം താഴെ ഇരിക്കും തോറും അത് പൊടിയിടിക്കും. അപ്പോൾ ഞാനത് അലമാരിയിലെല്ലാം ആക്കി കറക്റ്റായിട്ട് എല്ലാം ഒപ്പിച്ച്. അലമാരിയിൽ ഓൾറെഡി കുറേ തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി വെച്ചു. അങ്ങനെ ഏകദേശം ഒരു ഉച്ചയാവാറായപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയത്, എല്ലാ പണിയും കഴിഞ്ഞിട്ട്. അപ്പോൾ അതാ സന്തോഷത്തോടെ ഒരു വെക്കേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത വർഷം ഓരോ വർഷത്തിലും അവർക്ക് വെക്കേഷൻ ഉണ്ട്. ഇനി അടുത്ത വർഷം ആകുമ്പോൾ നമുക്ക് ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ ഞങ്ങൾ രണ്ടുപേരുടെയും മുഖം മാത്രമായിരിക്കും നിങ്ങൾക്ക് കാണാൻ കിട്ടുന്നത് കേട്ടോ. അതിഷ്ടമാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.